വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രവാസി സംഘം പ്രവർത്തകർ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. സംഘടനയുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗം പി ചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad, also at Kannur, Irati and Pattambi. പ്രധാനമായും പ്രവാസി പെൻഷൻ കുടിശ്ശിക ഓണത്തിനു മുമ്പ് വിതരണം ചെയ്യുക, ഉത്സവകാലങ്ങളിലെ വിമാനക്കൊള്ള അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരള പ്രവാസി സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തിയത്. കോട്ടച്ചേരിയിലെ ട്രാഫിക് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഴയ കൈലാസ് തിയേറ്ററിന് സമീപം അവസാനിപ്പിച്ചു. തുടർന്ന് ഇവിടെ ചേർന്ന പ്രതിഷേധ യോഗം സംഘടനയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള നിയമസഭയിലേക്ക് ആയിരക്കണക്കിന് പ്രവാസികളെ അണിനിരത്തിക്കൊണ്ട് നമ്മൾ ലംബിച്ച പ്രക്ഷോഭം നടത്തുകയുണ്ടായി. 2026 ജൂലൈയിൽ വീണ്ടും നമ്മൾ സമരരംഗത്ത് ഇറങ്ങുകയായി. 3 മാസം നമ്മുടെ പെൻഷൻ കുടിശ്ശിക ബാക്കി വന്നപ്പോൾ കേരളത്തിലെ 3 പ്രവാസി ക്ഷേമനിധി ഓഫീസിലേക്ക് ആസ്ഥാനത്തേക്ക് തിരുവനന്തപുരത്തും കൊച്ചിയിലും അതുപോലെ തന്നെ കോഴിക്കോട് ആയിരക്കണക്കിന് പ്രവാസികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിശക്തമായിട്ട് പ്രതിഷേധ സമരം നമ്മൾ നടത്തും. നമ്മുടെ അന്നത്തെ സമരത്തിൻ്റെ ഫലമായിട്ട് പ്രവാസികളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് 1 മാസത്തെ പെൻഷൻ നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു. പ്രവാസികളുടെ പെൻഷൻ അക്കൗണ്ടിലേക്ക് വന്നു. എങ്ങനെയാണ് വന്നത്, എങ്ങനെ കാശ് കിട്ടിയെന്ന് പരിശോധിക്കണം. ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഒ നാരായണൻ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുറഹ്മാൻ മടിക്കയും സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി വിജയൻ കയ്യൂർ സ്വാഗതവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഷാജി എടമുണ്ട നന്ദിയും പറഞ്ഞു. കെ വി സുരേന്ദ്രൻ, വി വി രാഘവൻ, പ്രമീള ഉദുമ, തങ്കമണി കാഞ്ഞങ്ങാട്, വാസു മൊട്ടംചിറ, യൂനിസ് തൃക്കരിപ്പൂർ, സുരേന്ദ്രൻ തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.